ഹലോ, ഹെയർ സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾസ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് 3 മീഡിയം സൈസ് മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിത് ചെത്തുമാങ്ങ പോലെ അരിഞ്ഞിടാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ടൊക്കെ കട്ട് ചെയ്യാം. അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ചെത്തുമാങ്ങയായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 എണ്ണം നമുക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇവിടെ 3 ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ സൈസിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് കായപ്പൊടിയാണ് വേണ്ടത്. കായ ആയാലും എടുക്കാം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ മാങ്ങയിൽ ഉപ്പിട്ട് വെക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ആ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇപ്പോൾ ഞാനൊരു 3-3.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 3 മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എരിവ് കുറവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അതിൻ്റെ ആ പച്ച കുത്ത് പോണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും എത്തണ വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കായ ഇട്ടിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ മുളക് പൊടി ഇട്ടുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ മുളക് പൊടി കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സൊർക്ക വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാൻ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പം അതൊന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അത് ആ ഫ്രൈ ചെയ്തത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.